ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ കൈലാസ് പറയുന്നുണ്ട് ആകാശിനോട്, സുചിത്രയുടെ ജാതകത്തിൽ ഒരു ഗ്രഹം മാത്രമേ ഉള്ളൂ, അതിൽ ഞാൻ കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ വരുത്തും. ഏത് ജോത്സ്യനെ കൊണ്ടേ കാണിച്ചാലും അവർ പറയും പയ്യൻ്റെ ജാതകമായിട്ട് ഒരു ചേർച്ചയില്ലെന്ന്. എടാ മണ്ട, അവർ പ്രണയിക്കുന്നവരാ, നിൻ്റെ ഉടായ്പ വരുന്നും അവിടെ നടക്കില്ല എന്ന് ആകാശ് പറയുമ്പോൾ കൈലാസ് പറയുന്നുണ്ട്, അവർ പ്രണയിക്കുന്നവരായിക്കോട്ടെ, പക്ഷേ വീട്ടുകാർ സമ്മതിക്കില്ല, എന്തൊക്കെ വന്നാലും സമ്മതിക്കില്ല. ഈ വിവാഹം മുടങ്ങിയിരിക്കും. ഇത് ആകാശ് സാറിന് കൈലാസ് തരുന്ന വാക്കാണ്. അപ്പോൾ തന്നെ കൈലാസിൻ്റെ ശിഷ്യൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. സ്വാമി, അതെ ആകാശ്, ഞാൻ പിന്നെ വിളിക്കാം, എന്നെ കാണാൻ ആരോ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ്. ശിഷ്യൻ പറയുന്നുണ്ട്, സ്വാമി ഒരു ആൾ കാണാൻ വന്നിട്ടുണ്ട്, 10-15 വയസ്സുണ്ടാവും, ഒരു സ്ത്രീയാണ്, സന്താനലബ്ധി പൂജക്കാണ്. ഓഹോ കൊള്ളാലോ, എങ്കിലൊരു കാര്യം ചെയ്യ്, എൻ്റെ റൂമിലേക്ക് കൊണ്ടുവരൂ എന്നിങ്ങനെ പറയാണ്. അതിന് കൈലാസ് മനസ്സ് വിചാരിക്കുകയാണ്, കൈലാസ സ്വാമികളുടെ സന്താനലബ്ധി പൂജ ഫലം കണ്ടു തുടങ്ങി എന്നിങ്ങനെ വിചാരിക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഇഷിതേനെയാണ്. ചിപ്പിനെയും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ ഇഷിത. ആ സമയത്ത് ഇഷിത ചോദിക്കണ്ടേ, എന്താ മോളെ, മമ്മി വിളിച്ചപ്പോൾ മോൾക്ക് മമ്മിയുടെ കൂടെ പോകണമെന്നുണ്ടായിരുന്നോ? മമ്മി എന്നെ എപ്പോഴും വിളിക്കാറുള്ളതല്ലേ, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയൊന്നുമില്ല എന്ന് പറയാണ്. ശേഷം ചിപ്പി പറയുന്നുണ്ട്, അതെ അമ്മയും ഡാഡിയും തമ്മിൽ വീണ്ടും പിണങ്ങിയല്ലേ, എന്താ മോൾ അങ്ങനെ ചോദിച്ചത്? അല്ല, ഇന്ന് മമ്മി ക്ലാസ്സിൽ വന്നപ്പോൾ പറയുന്നുണ്ടായിരുന്നോ, ഡാഡിനെ കൊണ്ട് അമ്മ പണിയൊക്കെ എടുപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് ചിപ്പി പറയുമ്പോഴേക്കും ഇഷിത പറയണ്ട, മോളെ അതിനാ മോളോട് പറയാൻ നിൽക്കായിരുന്നു, ഇന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇന്ന് സമയമില്ലായിരുന്നു. ഇന്ന് എന്നെ കൊണ്ടാക്കിയത് മഹേഷായിരുന്നു. പോകുന്ന വഴിക്ക് കാറിൻ്റെ ടയറൊന്ന് പഞ്ചറായിപ്പോയി. മഹേഷ് കാറിൻ്റെ ടയർ ഊരി മാറ്റി വേറൊരു ടയർ എടുത്തിട്ടു. അത് ശരിയാക്കിക്കൊണ്ടിരിക്കെ തന്നെ പെട്ടെന്ന് കൈ കാറിൻ്റെ ടയറിൻ്റെ ഇടയിൽ പോയി, ചെറുതായിട്ട് വിരലൊന്ന് ചതഞ്ഞു. അയ്യോ പാവം ഡാഡി എന്ന് ചിപ്പി പറയാണ്. അതെ, അപ്പോൾ ആ സ്ക്രൂ നട്ട്സൊക്കെ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആക്കണമായിരുന്നു, അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. മഹേഷിൻ്റെ അടുത്ത് വണ്ടിയിലിരിക്കാൻ പറഞ്ഞു. ശേഷം ഞാനത് ശരിയാക്കുന്ന സമയത്ത് ഏതൊരു സോഷ്യൽ മീഡിയ വർക്ക് ആൾ വന്നിട്ട് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു, ഞാനെന്തോ വലിയ കാര്യം ചെയ്തു എന്നും ഞാനെന്തോ ടയർ മാറ്റിയിട്ടെന്നൊക്കെ രീതിയിലാണ് അയാൾ സംസാരിച്ചത്. പക്ഷേ മഹേഷിനെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചു. പിന്നെ അത് മതിയല്ലോ ഒരു പിണക്കത്തിന്. ഓ, അപ്പോൾ ഇതാണ് കാര്യം അല്ലേ? ശരി, ഇതിൻ്റെ പേരിൽ ഡാഡി ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അമ്മേനെ ഞാൻ സേവ് ചെയ്തോളാം, അമ്മയുടെ കാര്യത്തിലത്തെ ഇതിൽ തെറ്റൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞോളാം എന്ന് പറയുകയാണ്. ഞാനിത് കോംപ്രമൈസ് ചെയ്തോളാം എന്ന് ചിപ്പി പറയുമ്പോൾ ഇഷിത ശരി എന്ന് പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുക കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് എത്തുന്ന ഇഷിത ആകെ മഹേഷിൻ്റെ അടുത്ത് പോകാൻ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. എങ്ങനെ റൂമിൽ കയറുമെന്ന് ആലോചിച്ച് ഇഷിത ടെൻഷനായിട്ടിരിക്കുകയാണ്. എന്നിട്ട് പതുക്കെ റൂമിലേക്ക് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും അറിയാതെ പോലെ റൂമിൽ കയറാൻ വേണ്ടി നോക്കുവാണ്. മഹേഷ് അവിടെ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇഷിത ചെറിയൊരു ടെൻഷനോട് കൂടി അകത്തേക്ക് കയറുന്നുണ്ട്. ഇഷിത അകത്ത് കയറുന്നുണ്ട്. വേഗം തന്നെ ഇഷിതയുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ച് നോക്കുകയാണ്. ഇഷിത തന്നെ ദേഷ്യത്തോടു കൂടി തന്നെ ദഹിപ്പിക്കുന്ന തരത്തിൽ നോക്കുക കേട്ടോ. ഇഷിത പതുക്കെ വാതിലടയ്ക്കുന്നുണ്ട്. ശേഷം കട്ടിലേക്ക് വന്നിരിക്കുകയാണ്. തൻ്റെ വിചാരം താൻ ആരാണെന്ന എന്നെ നാണം കെടുത്തിപ്പോൾ സമാധാനമായല്ലോ. മഹേഷ്, ഞാൻ എന്ത് ചെയ്യുന്ന മഹേഷ് പറയണത്? എടോ, അങ്ങനത്തെ ഒരു ആൾ തൻ്റെ അടുത്ത് വന്ന് വീഡിയോ എടുക്കുമ്പോൾ അത് എടുക്കരുതെന്ന് പറഞ്ഞിട്ട് അയാളെ കരണക്കുറ്റിയെ നോക്കി അടിച്ചുകൂടായിരുന്നോ? ഞാൻ എങ്ങനെ അത് ചെയ്യാനാ മഹേഷ്? അയാൾ ഒച്ചയും ബഹളമൊക്കെ കേട്ടപ്പോൾ കാറിൽ നിന്ന് എഴുന്നേറ്റ് വരുമെന്ന് ഞാൻ വിചാരിച്ചത്. എനിക്ക് അപ്പോൾ ഒരു ഒഫീഷ്യൽ കോൾ വന്നായിരുന്നു, ഞാൻ ആ കോളിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാണ് മഹേഷ്. ഞാനും വിചാരിച്ചു മഹേഷ് വരുമെന്ന്. എന്തായാലും താനത് ശരിക്കും എൻജോയ് ചെയ്തല്ലോ. തന്നെക്കുറിച്ച് പേരും നാളും തൻ്റെ ജോലിയൊക്കെ അവനറിയാം. അതെങ്ങനെ അറിയാടോ എന്ന് പറയാണ്. അതിന് കാരണം താൻ തന്നെയാണ്. താൻ അത് അവനെ പറഞ്ഞു കൊടുത്തു, എന്നിട്ട് അവനെ കൊണ്ട് അതൊക്കെ ഷൂട്ട് ചെയ്യിപ്പിച്ചു. തനിക്ക് വൈറലാവണമായിരുന്നു അതിന് വേണ്ടിയിട്ട്. അതെ, മഹേഷ് അങ്ങനെയാണ് വിചാരിച്ചെങ്കിൽ അങ്ങനെ തെറ്റിദ്ധാരണകൾ അങ്ങനെ മനസ്സിൽ തന്നെ ഇട്ടുകൊണ്ട് നടന്നോ? ഈ തെറ്റിദ്ധാരണകൾ കാരണമാണ് പല കുടുംബ ബന്ധങ്ങളും വേർപിരിഞ്ഞ് പോണത്. ശരിയാ, മഹേഷ് പറഞ്ഞത് എല്ലാം ശരിയാ. ഞാൻ തന്നെയാണ് അവനെ പണം കൊടുത്തിട്ട് എൻ്റെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടാൻ പറഞ്ഞത്. മതിയില്ലേ എന്ന് പറയുമ്പോൾ താൻ എന്ത് ചെയ്തിടോ? അത് ഇനിയും തീർന്നിട്ടില്ല, ഇനിയും ഞാൻ ചെയ്യും, നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഇഷിത 2 കൈയും മുകളിലേക്ക് പിടിച്ചിട്ട് മഹേഷിനെ നെഞ്ചിലേക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. മഹേഷ് അത് തടയാനുണ്ട്. അങ്ങനെ 2 പേരും ഉന്തും തള്ളും ആവാണ്. പെട്ടെന്നാണ് ചിപ്പി അവിടേക്ക് വാതിൽ തുറന്നു വരുന്നത്. ചിപ്പി ആ കാഴ്ച കണ്ട് ഞെട്ടുവാണ്. ഇഷിത ഇങ്ങനെ പറഞ്ഞിട്ട് മഹേഷ് വിട്, ഇല്ല വിടിലടി എന്ന് പറഞ്ഞിട്ട് മഹേഷും പിടിക്കുകയാണ്. 2 പേരും ഉന്തും തള്ളുവാണ്. പെട്ടെന്ന് തന്നെ ചിപ്പി ഡാഡി എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുകയാണ്. അയ്യോ മോളെ, ഒന്നുമില്ല മോളെ എന്ന് പറഞ്ഞിട്ട് മഹേഷ് ഒന്നതുപോലെ കട്ടിലിൽ വന്നിരിക്കുകയാണ്. ഇഷിതക്കും അത് എന്ത് പറയണമെന്നറിയില്ല. ഇഷിതയും ഒന്ന് മുഖം താഴ്ത്തി അവിടെ തന്നെ അങ്ങനെ നിൽക്കുക കേട്ടോ. ചിപ്പിക്കാണെങ്കിൽ ആകെ വിഷമാവുന്നുണ്ട്. ചിപ്പി ആകെ വിഷമിച്ച് അവിടെ തന്നെ ആ നിപ്പ് അതേ തുടരുവാണ്. പിന്നീട് കാണിക്കുന്നത് കൈലാസിനെയാണ്. കൈലാസ് തിരിച്ച് വീട്ടിലേക്ക് എത്തി കേട്ടോ. കൈലാസം ആശ്രമത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തി.
കൈലാസിൻ്റെ അടുത്തേക്ക് സ്വപ്നവലിയും രാമനാഥനും ഇഷിതയും മഹേഷൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. കൈലാസിനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇന്ന് വിവാഹപുരത്ത് നോക്കിയായിരുന്നോ, ജാതകങ്ങൾ തമ്മിൽ ചേർച്ചയുണ്ടോ എന്ന് രാമനാഥൻ ചോദിക്കുമ്പോൾ ജാതകങ്ങൾ തമ്മിൽ നോക്കി, വിവാഹത്തിന് ഒരു കുഴപ്പ് തടസ്സവും ഇല്ല എന്നിങ്ങനെ പറയാണ്. ഹാവു സമാധാനമായി എന്ന് വിചാരിക്കേണ്ട. അപ്പോൾ ഇഷിത മനസ്സിൽ വിചാരിക്കേണ്ടത് ഇയാളെന്തെങ്കിലും ഉടക്കുണ്ടാക്കുമെന്നാണ് വിചാരിച്ചത്, ഭാഗ്യം ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് ഇഷിതയും വിചാരിക്കാട്ടോ. ശേഷം കൈലാസ് പണ്ട് ഞാൻ ജാതകങ്ങൾ നോക്കിയിട്ട് ജാതകങ്ങൾ കറക്റ്റായിട്ട് മാഷിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്, കുറിപ്പും കൊടുത്തിട്ടുണ്ട്, വേറൊന്നുമല്ല. അപ്പോൾ വിവാഹം നടത്താലേ? വിവാഹം നടത്താം, പക്ഷെ വിവാഹത്തിന് ശേഷമുള്ള മുഹൂർത്തം ഞാൻ കുറിക്കില്ല എന്ന് പറയാണ്. അതെന്താ വിവാഹത്തിന് മുഹൂർത്തം കുറിക്കാത്തത്? അത് മുഹൂർത്തം കുറിച്ചു കഴിഞ്ഞാൽ ആ പയ്യൻ്റെ കഴുത്തിൽ കൊലക്കയിടുന്ന പോലെയാണ്. അതായത് ഈ പറഞ്ഞ വിവാഹം നടത്താൻ കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞോളൂ, വിവാഹ ശേഷമുള്ള ജീവിതം അതെന്തായാലും നടക്കില്ല എന്ന് പറയാണ്. സ്വപ്നവലി പറയണ്ട, കൈലാസ് എന്തൊക്കെയാണ് പറയണത്? അത് ഈ പെണ്ണിനെ ഭർത്താവായിട്ട് ഒന്നിച്ചു പോകാനുള്ള യോഗമില്ല, 6 മാസം വിവാഹം കഴിഞ്ഞ 6 മാസത്തിൽ ഭർത്താവും മരിക്കും എന്നാണ് ജാതകത്തിൽ കാണുന്നത്, ആ യോഗമുള്ള പെണ്ണാണിത് എന്ന് പറയുമ്പോഴേക്കും സ്വപ്നവലി എന്തൊക്കെയാണ് ഈശ്വര ഞാൻ കേൾക്കണത്, ഈശ്വര ഭഗവാനെ എന്തൊക്കെയാണ് കേൾക്കണമെന്ന് പറയുമ്പോഴേക്കും ഇഷിത പറയണ്ട, എടോ കൈലാസേ തൻ്റെ ഉടായ്പ് വേലകളൊക്കെ ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു, താൻ ഇങ്ങനെയല്ല ഇതിനപ്പുറവും ചെയ്യും, എന്നോടൊത്തും മഹേഷിനടുത്തുള്ള ദേഷ്യം താൻ ഇങ്ങനെ തീർക്കുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയായിരുന്നു, ഓരോരോ ഉടായ്പായിട്ട് ഇറങ്ങിക്കോളും, അച്ഛാ നമുക്ക് വേറെ നല്ല ജോത്സ്യനെ കൊണ്ടേ കാണിക്കാം ജാതകം എന്ന് പറയാണ്. അപ്പോഴേക്കും സ്വപ്നവലി പറയണ്ട, വേണ്ട ആരെയും കാണിക്കേണ്ട, നിൻ്റെ അനിയത്തിക്ക് ഭർത്താവ് മരിച്ചാൽ വേറെ ഭർത്താക്കന്മാരെ കിട്ടുമായിരിക്കും, പക്ഷെ എൻ്റെ മോൻ മരിച്ചതിന് ഞങ്ങൾക്ക് വേറെ ഇതില്ല, മോനെ കിട്ടില്ല, മനസ്സിലായോടി, അതുകൊണ്ട് ഈ വിവാഹം നടക്കില്ല. കൈലാസ് പറഞ്ഞ അച്ചട്ടായിരിക്കും എന്ന് പറയുമ്പോൾ മഹേഷ് പണ്ട്, കൈലാസേ അളിയ നീ പറഞ്ഞതൊക്കെ ഞാൻ അങ്ങനെ തന്നെ വെള്ളം അറക്ക് വിശ്വസിക്കുമെന്ന് വിചാരിച്ചോ? നിൻ്റെ ഉടായ്പൊക്കെ തീർന്നടാ, പട്ടിയുടെ വാല് കുഴലിലിട്ടാലും അത് നിവരില്ല. കൈലാസളിയനെ ഒരു റൂമും വാടകയ്ക്കെടുത്ത് ജനങ്ങളെ പറ്റിക്കുന്ന പോലെയാണ് ഇതെന്ന് വിചാരിച്ചോ? എന്തായാലും നിൻ്റെ ഉടായ്പ് ഇവിടെ പൊളിഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി, ഈ വിവാഹം എന്തായാലും നടന്നിരിക്കും, ഈ വിവാഹപ്പൊരുത്തം നീ നോക്കിയപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ഉടായ്പായിട്ട് വരുമെന്ന്. കൈലാസളിൻ്റെ എല്ലാ നാടകവും ഇവിടെ പൊളിയാണ്. താനേ തൻ്റെ പണി നോക്കിയിരുന്നു എന്ന് പറയുമ്പോൾ കൈലാസ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പണി തന്നെയാണ് നോക്കണത്, നിങ്ങൾക്ക് എന്നെ ഒട്ടും വിശ്വാസമില്ലെങ്കിൽ ഒരു കാര്യം ചെയ്, ആ ജാതകത്തിൻ്റെ കുറിപ്പുകൾ ഞാൻ മാഷിൻ്റെ ഏൽപ്പിച്ചിട്ടുണ്ട്, മാഷിൻ്റെ കയ്യിൽ നിന്ന് ആ കുറിപ്പ് വാങ്ങിച്ചിട്ട് വേറെ ഏതെങ്കിലും ജോത്സ്യനെ കൊണ്ടേ കാണിച്ചോ, ആ ജോത്സ്യനും ഇത് തന്നെയായിരിക്കും പറയുന്നുണ്ടാവുക എന്ന് പറഞ്ഞിട്ട് കൈലാസ് ഹരഹരോ ഹരഹര എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് കയറി പോകുകയാണ്. റൂമിൽ പോയി കഴിയുമ്പോഴേക്കും സ്വപ്നവലി പറയുന്നുണ്ട്, കണ്ടില്ലേ കൈലാസ് ഇത്ര ഉറപ്പായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ആ ജാതകത്തിൽ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അവൻ ഇത്ര ഉറപ്പിച്ച് ഈ കാര്യം പറയില്ല എന്ന് പറഞ്ഞിട്ട് സ്വപ്നവലിയും പുറത്തേക്ക് ഇറങ്ങി പോവാണ്. തൊട്ട് പിന്നെ രാമനാഥനും പോകുന്നുണ്ട്. മഹേഷിനും എന്തൊക്കെയോ ഒരു സംശയം പോലെ തോന്നണം, മഹേഷ് അകത്തേക്ക് പോവാട്ടോ. ഇഷിതക്കും പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, കാരണം വേറൊരു ജോത്സ്യനെ കൊണ്ടേ കാണിക്കാൻ കൈലാസ് തന്നെ പറഞ്ഞുകൊണ്ട് അവർക്ക് എന്ത് പറയണമെന്ന് അറിയാതെ അവർ റൂമിലേക്ക് പോകുകയാണ്. പിന്നീട് കാണിക്കുന്ന മാഷിനെയും അതുപോലെ തന്നെ പ്രിയാമണീനെയാണ്. അവരാകെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവിടെ ഇടിച്ചു തള്ളി വരുവാണ് സ്വപ്നവലി രാമനാഥനും കൂടി കേട്ടോ. സ്വപ്നവലി പറയുന്നുണ്ട്, കൈലാസ് പറയേണ്ടതൊക്കെ പറഞ്ഞല്ലോ അല്ലേ, ജാതകങ്ങൾ തമ്മിൽ ചേരില്ല എന്നാണ് കൈലാസ് പറയണതെന്ന് പറയുമ്പോഴേക്കും അവിടെയൊക്കെ സുചിത്രയെ വരുന്നു കേട്ടോ. മാഷ് പറയണ്ട്, കൈലാസ് അങ്ങനെ ഞങ്ങൾക്ക് പറഞ്ഞായിരുന്നു എന്ന് പറയുമ്പോഴേക്കും പ്രിയാമണി പറയണ്ട, അതിന് കൈലാസിന് എന്തറിയാം, നമുക്ക് വേറെ ഏതെങ്കിലും നല്ല ജോത്സ്യനെ കാണിക്കാം എന്ന് പറയുമ്പോൾ സ്വപ്നവലി പറയണ്ട്, കൈലാസ് സിദ്ധനാ, മഹാസിദ്ധൻ, കൈലാസ് പറഞ്ഞത് സത്യം തന്നെയായിരിക്കും, എങ്കിലും മറ്റൊരു ജോത്സ്യനെ കാണിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ സ്വപ്നവലി എന്ന് മാഷ് പറയുമ്പോഴേക്കും സ്വപ്നവലി പറയണ്ട്, നിങ്ങൾ ആരെ വേണമെങ്കിലും കാണിച്ചോ, എനിക്കൊരു കാര്യം പറയാനുള്ളൂ, ഈ വിവാഹം എന്തായാലും നടക്കില്ല, എനിക്ക് എൻ്റെ മോനെ കൊലക്ക് കൊടുക്കാൻ വയ്യ, ഒരു പെണ്ണിൻ്റെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാലും വിവാഹബന്ധം വേർപ്പെടുത്തിയാലും ഭർത്താവ് മരിച്ചതിന് തുല്യമായിട്ട് അവൾ ജീവിക്കുള്ളൂ, അതുകൊണ്ട് അവൾക്കതിനെ കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷേ മക്കളിത് മരിച്ചു കഴിഞ്ഞാൽ അച്ഛനമ്മമാർക്ക് മാത്രമേ വിഷമം ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് എൻ്റെ മകനെ കൊലക്ക് കൊടുക്കാൻ എനിക്ക് പറ്റില്ല, വിവാഹത്തിന് ദോഷമുള്ളവളാണ് ഇവള്, അല്ലെങ്കിലും ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്കുള്ളൊരു സ്വഭാവമാണ്, നല്ല സമർത്ഥമായിട്ടുള്ള ആണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ, നല്ല ഒല്ലാതെ തികഞ്ഞ ആണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രണയം വരല്, അതാ ഇവിടെ സംഭവിച്ചത്, എൻ്റെ മോനെ ഞാൻ വേറെ നല്ല പെണ്ണെ കൊണ്ട് കെട്ടിച്ചു കൊടുത്തോളാം എന്ന് പറയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വേറൊരു പെണ്ണായിട്ട് അവൻ്റെ വിവാഹം ഉറപ്പിച്ചതായിരുന്നില്ലേ, അന്ന് ആ വിവാഹം നടന്നെങ്കിൽ ഇപ്പം എൻ്റെ മോനും അവളും കൂടി സുഖമായിട്ട് ജീവിക്കണത് എല്ലാവർക്കും കാണാമായിരുന്നു, അന്ന് നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ, ആരോ പറഞ്ഞ് വിവാഹം മുടക്കി, അതിനിപ്പോൾ സുചിത്രൻ തന്നെ കെട്ടണമെന്ന് എന്തേ ഇത്ര നിർബന്ധം, വേറെ എന്തോരം പെണ്ണുങ്ങളുണ്ട്, എന്തായാലും ഈ വിവാഹം നടക്കില്ല, ഇങ്ങനത്തെ ഒരു പ്രശ്നമുള്ള ജാതകക്കാരനെ കൊണ്ട് എൻ്റെ മോനെ കെട്ടിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ മാഷ് പറയുന്നുണ്ട്, സ്വപ്നവലി ഇത് വെറുതെ എഴുതാപ്പുറം വായിക്കുകയാണ്, സുചിത്രയുടെ ജാതകത്തിൽ അങ്ങനത്തെ ഒരു പ്രശ്നമോ ദോഷമോ
ചൊവ്വാദോഷമോ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുമ്പോൾ പ്രിയാമണിയും പറയുന്നുണ്ട് അതേ സ്വപ്നം അവളുടെ ജാതകത്തിൽ ഒരു പ്രശ്നവുമില്ല. പ്രശ്നമില്ലാഞ്ഞിട്ടാണോ കൈലാസ് അങ്ങനെയൊക്കെ പറഞ്ഞത്? ഇവളുടെ ജാതകത്തിൽ പ്രശ്നമുണ്ട്. ഇവൾ ആര് വിവാഹം കഴിച്ചാലും 6 മാസത്തിൽ കൂടുതൽ ഇവളുടെ കൂടെ ജീവിക്കില്ല, അങ്ങനെയാണ് ജാതകത്തിൽ. അതുകൊണ്ട് എന്തായാലും എൻ്റെ മോനെ ഈ ഒരു ബന്ധം വേണ്ട. അല്ലെങ്കിലും ഈ ബന്ധം വന്നപ്പോഴേ എനിക്ക് തുടക്കത്തിലേ ഇഷ്ടമില്ലായിരുന്നു. ഒരു വീട്ടിൽ നിന്ന് തന്നെ പെണ്ണിനെ വീണ്ടും വീണ്ടും എടുക്കുക, അതെനിക്ക് ഒട്ടും താല്പര്യമില്ല. വേറെ എന്തോരം വീട്ടിൽ നിന്ന് പെണ്ണുങ്ങളെടുക്കാം. അതുകൊണ്ട് എന്തായാലും ഈ വിവാഹ ബന്ധത്തിൽ എനിക്ക് താല്പര്യമില്ല. ഇനി ഇതും പറഞ്ഞ് ആരും അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി നിൽക്കരുത് എന്ന് പറയുമ്പോൾ സുചിത്ര പറയണ്ടേ, അല്ലെങ്കിലും കൈലാസാണ് ജാതകം നോക്കാൻ പോണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ആവുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു എന്ന് സുചിത്ര പറയാണ്. കൈലാസിന് എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ കൈലാസിന് എന്താ കുഴപ്പമെന്ന് സ്വപ്നം നമുക്ക് അറിയില്ലേ. കൈലാസിന് എന്താ എന്നോടും എൻ്റെ ചേച്ചിയെടുത്തും മഹേഷടുത്തും ദേഷ്യമൊക്കെ ഉള്ളതെന്ന് സ്വപ്നം നമുക്കറിയില്ലേ. എന്തിനാ കൈലാസ് കുറച്ച് നാളെ ജയിലിൽ പോയി കിടന്നത്? അതിൻ്റെ പക അയാൾ സമയം കിട്ടിയപ്പോൾ വീട്ടിയതാണ്. ഒരിക്കലുമില്ല. കൈലാസ് കറക്റ്റായിട്ടുള്ള കാര്യമോ പറഞ്ഞത്. എന്തായാലും ഈ വിവാഹം നടത്താൻ സമ്മതിക്കില്ല. എനിക്ക് കൈലാസിനെ വിശ്വാസമാണ് എന്ന് പറയുമ്പോൾ അത് കേട്ടിട്ട് വിഷമത്തോടു കൂടി തന്നെ സുചിത്ര അകത്തേക്ക് കയറി പോവാട്ടോ. പ്രിയാമണിയുടെ അടുത്ത് മാഷിനോട് സ്വപ്നവല്ലി പറയുന്നുണ്ട്, ഇനി ഈ കാര്യം പറഞ്ഞ് ആരും വന്നേക്കരുത് എൻ്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് സ്വപ്നവല്ലി പുറത്തേക്ക് ഇറങ്ങി പോവാണ്. മാഷ് പ്രിയാമണിയുടെ അടുത്തും അതുപോലെ തന്നെ മാഷിൻ്റെ അടുത്തും വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് രാമനാഥൻ, അതെ നിങ്ങൾ വേറെ നല്ലൊരു ജോത്സ്യനെ കൊണ്ടേ കാണിക്കേ, നിങ്ങൾ പൊരുത്തുണ്ടോ നോക്കാം, പൊരുത്തുണ്ടെങ്കിൽ നമുക്ക് വിവാഹം നടത്താന്നേ എന്ന് പറഞ്ഞിട്ട് രാമനാഥനും അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. മാഷിനും അതുപോലെ തന്നെ പ്രിയാമണിക്ക് വല്ലാതെ വിഷമം തോന്നുകയാണ്. മാഷ് പറയുന്നുണ്ട്, എടോ പ്രിയേ താൻ സുചിത്രയുടെ അടുത്തേക്ക് പോ, അവളാകെ വിഷമിച്ചിരിക്കുകയാണ് എന്ന് പറയാണ്. അങ്ങനെ പ്രിയാമണി സുചിത്രയുടെ റൂമിലേക്ക് പോവാണ്. സുചിത്ര അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. മോളെ നീ ഇങ്ങനെ വിഷമിക്കല്ലേ എന്ന് പ്രിയാമണി പറയുമ്പോഴേക്കും സുചിത്ര പറയണ്ടേ, ഞാൻ പറഞ്ഞതല്ലേ ഇളയമ്മേ വിവാഹ ചേർച്ച നോക്കാൻ പോണത് കൈലാസാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അയാൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്നുള്ളത്. വേറെ എത്രയോ ജ്യോത്സ്യന്മാരുണ്ടായിരുന്നോ, അയാൾ എങ്ങനെ കാണിക്കണമായിരുന്നോ? അത് അവരുടെ തീരുമാനമായിരുന്നില്ലേ? അതിനെന്താ അതേ രാമനാഥൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് വേറൊരു നല്ല ജ്യോത്സ്യനെ കൊണ്ടേ കാണിക്കാൻ ജാതകം. എന്തായാലും ജാതകം കൊണ്ടേ കാണിക്കട്ടെ. അഥവാ കാണിച്ചിട്ട് ജാതകപ്പൊരുത്തുണ്ടെന്ന് പറഞ്ഞാലും സ്വപ്നവല്ലി അമ്മ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല. അവർക്ക് ഒട്ടും താല്പര്യമില്ല വിവാഹത്തിനോട്. അതുകൊണ്ട് ഞാൻ അവിടെ പോയാലും സമാധാനമൊന്നും ഉണ്ടാവില്ല. ഇഷിതേച്ചിക്കാണെങ്കിലും. ഇനി ഞാനൊരു ഇളയമേത്തൊരു കാര്യം ചോദിക്കട്ടെ, ഇനി കൈലാസ് പറഞ്ഞ പോലെ തന്നെ എൻ്റെ ജാതകത്തിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നിരിക്കട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ വിവാഹത്തിന് ഇളയമ്മ സമ്മതിക്കുമോ? അത് മോളെ പിന്നെ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, സമ്മതിക്കില്ല, ആരും സമ്മതിക്കില്ല. എൻ്റെ ജീവിതം എങ്ങനെയാണ്, എനിക്കൊരിക്കലും വിനോദിനെ കിട്ടില്ല, വിനോദമായിട്ടുള്ള വിവാഹ ജീവിതം എനിക്കുണ്ടാവില്ല. നഷ്ടങ്ങൾ മാത്രമേ എൻ്റെ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ. എൻ്റെ ജീവിതത്തിൽ എപ്പോഴും നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. മോളെ നീ ഇങ്ങനെ വിഷമിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി സുചിത്രനെ ചേർത്ത് പിടിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഇനി നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് സ്വപ്നവല്ലി ഇഷിതടുത്ത് മഹേഷിനടുത്ത് രാമനാഥനോട് പറയുന്നുണ്ട്, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഈ വിവാഹം നടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഉറച്ച തീരുമാനത്തിലാണ് സ്വപ്നവല്ലി കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് ഇഷിതേനെയാണ്. ഇഷിതടുത്ത് ചെപ്പി ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മേ എപ്പോഴും ഡാഡിയായിട്ട് നിങ്ങൾ രണ്ടുപേരും എപ്പോഴും വഴക്കുണ്ടാക്കണത്, എപ്പോഴും പിണങ്ങണത് എന്ന് പറയുമ്പോൾ ഇഷിത പറയണ്ട, ഈ പിണക്കം തുടങ്ങി വെച്ചത് മോളുടെ ഡാഡി തന്നെയാണ് മോളെ എന്ന് പറയാണ്. ചിപ്പി ഈ വിഷമങ്ങളെല്ലാം രാമനാഥനോട് പറയുന്നുണ്ട്, ഡാഡി എങ്ങാനും എൻ്റെ അമ്മേനെ ഒഴിവാക്കുകയാണെങ്കിൽ എനിക്ക് എല്ലാം നഷ്ടപ്പെടും, എനിക്ക് എൻ്റെ അമ്മേനെ നഷ്ടപ്പെടുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ് ചിപ്പിയുടെ വിഷമം കാണുമ്പോൾ രാമനാഥനും ആകെ വിഷമമാട്ടോ. ഈ ഒരു ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.